എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഇസ്ലാമോഫോബിയയുടെ ഒരു ഉദാഹരണം പറയാം. ആദ്യമേ ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും. ഇങ്ങനെ ഒരു സംഭവം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മൈൻഡിൽ വന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലത്തെ ഒരു അവസ്ഥ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇത് വലിയ വിഷയം ഇപ്പൊ കാണുന്ന പോലെയൊന്നും അല്ല. നമ്മുടെ ഈ സമൂഹത്തിൽ നേരെ ചൊവ്വേ ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. 2-3 വീഡിയോസ് കണ്ടിട്ടേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാമേ. മറ്റു പല സ്ത്രീകളും ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് മക്കളെ ഈ വേഷമാണ് നല്ലത്. ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവള് അപ്പൊ നല്ല രസം ഓമനത്തുള്ള, അത് മുസ്ലിംസ് എല്ലാത്തിനും അങ്ങനെയാണല്ലോ, നല്ല ഓമനത്തുള്ള ഒരു മുഖം. അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടല്ല വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇതിങ്ങനെ ഇടണം, സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ? ബാപ്പ പറഞ്ഞു അതുകൊണ്ടാണ് ഇടുന്നെന്ന് പറഞ്ഞു. കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ബാപ്പായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടി, നല്ലപോലെ പഠിക്കും, നല്ല കുട്ടിയാ, നമ്മള് കുട്ടിയും ഞാനുമായിട്ട് നല്ല അടുപ്പായിട്ട് ബാപ്പായിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ബാപ്പയോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത്, ഊരിക്കളയാൻ പറയാനല്ല. അന്നേരം പറഞ്ഞു, സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭിമാനമാണ്, ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ്, ഇത് ഇസ്ലാമിന്റെയാണ്. അതെങ്ങനെ ഊരിക്കളയാൻ പറയാൻ പറ്റുമോ? അല്ലേ? അത് നമുക്ക് തമ്പുരാൻ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുരുഷനെ അനുസരിച്ച്, ദൈവത്തെ അനുസരിക്കുന്ന പോലെ തന്നെ പുരുഷനെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിന്റെ കൽപ്പന തന്നെയാണ്. മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്നുള്ളതും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇതൊന്നും പറഞ്ഞപ്പം വലിയ സ്ത്രീ വിരോധിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അധികം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ അടുത്തൊരു വീഡിയോ കൂടെ ഉണ്ടേ. അവരെന്താ ഇവിടെ മുഴുവൻ പറയുന്നത്? അവർക്കൊരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് മുസ്ലിം വിരുദ്ധതയാണ്. മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അവർ ഞങ്ങൾ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകും, ആര് മുസ്ലിംസ്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും, നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയാകും, നാളെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസ. കാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSന്റെ ഒരു ബി ടീമാണ്. എനിക്ക് സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത്. ഈ കഴിഞ്ഞ 9 ദിവസത്തെ അവരുടെ പ്രസ്താവനകൾ ഒന്ന് നോക്കിക്കേ. അവർ പറഞ്ഞ എന്താണ്? സിസ്റ്റർമാർ ഇതിനെ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമസ്കാരം, റമീസാണ്. നമ്മുടെ ഈ ഒരു ഹിജാബ് വിവാദമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത് കാണിച്ചത്. ഞാൻ ഏകദേശം ഒരുപാട് തവണ ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമുണ്ടോ, അർത്ഥമുണ്ടോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും നാൾ, അതായത് ഏകദേശം ഇപ്പം ഒരാഴ്ചയെ കൂടെ ആയി ആ വിവാദം കത്തി തുടങ്ങിയിട്ട്. ഞാൻ ഇത്രയും നാള് ലേറ്റായതിന്റെ കാര്യം അതാണ്. ഞാൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചിന്തിച്ചു, ഇത് വേണോ വേണ്ടേ, ഇടണ്ടേ എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോ ഞാന് ഈ കാണിച്ച 2 പേരും ക്രിസ്ത്യൻ മിഷണറീസ് ആണ്. അവർ 2 പേരും, ഒന്ന് ഒരു പള്ളിയിൽ അച്ഛനാണ്, ഒന്ന് ഒരു സിസ്റ്ററാണ്. സ്വാഭാവികമായിട്ട് അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിക്കളയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കോണ്ടക്സ്റ്റിലാണ് അവർ സംസാരിച്ചത്. പിന്നെ നമ്മുടെ മറ്റേ സ്കൂളിലെ പ്രിൻസിപ്പള്, അവരുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പേരറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവരുടെ പേരറിഞ്ഞിട്ടൊന്നും വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ തട്ടമിട്ട് വരുന്ന പെൺകുട്ടികളെ കാണുന്നത് ബാക്കിയുള്ള ആൾക്കാർക്ക് പേടിയാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല അവസാനം പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോഴും ആ കുഞ്ഞിന് വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. ഇവർ ഈ കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അത്രയും ആ പെൺകുട്ടിയോട് ഇനി വന്നു കഴിഞ്ഞാൽ നേരെ നോക്കുമെന്നുള്ളൊരു സ്നേഹമാണ്. അല്ല, എനിക്കിത് കണ്ടിട്ട് ഒരു ഭീഷണിയുടെ ഒരു സ്വരം പോലെ എനിക്ക് ഫീൽ ചെയ്ത. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഇവരുടെ അജണ്ട നടപ്പായില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഇത്രയും പ്രശ്നമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വാഭാവികമായിട്ടൊരു വൈരാഗ്യം ഉണ്ടാവും.
ഇനി അവർ ആ വൈരാഗ്യം വെച്ചിട്ട് ഇനി ആ പെൺകുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ പോലും ആ പെൺകുട്ടിയോട് ആ വൈരാഗ്യം വെച്ചിട്ട് ഇവര് പെരുമാറുള്ളൂ. സ്വാഭാവികമായിട്ട് അവർക്ക് ഈ പെൺകുട്ടിക്ക് ഇനി അവിടെ തുടർന്ന് പോകുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ നല്ല കാര്യം ആ പെൺകുട്ടിയെ സ്കൂൾ മാറ്റിയത്. മാത്രമല്ല അതിനുശേഷം 2 കുട്ടികളെ കൂടെ അവിടെ നിന്ന് സ്കൂൾ മാറ്റി എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വാർത്ത വന്നപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വേറൊരു ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹിജാബ് ഇടുന്ന പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഈ പച്ച വർഗീയതയല്ലേ ഈ ലേഡി അവിടെ ഇരുന്നോണ്ട് പറഞ്ഞത്, ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ലേഡി. ഇവർക്കൊക്കെ ഈ ഒരു പുണ്യ വസ്ത്രം ഇട്ടിട്ട് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? മാത്രമല്ല ഇവരെ പറ്റിയിട്ട് ഉള്ള വാർത്ത വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എനിക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഇതേണ്ടേ ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി നമ്മുടെ ഈ ഒരു ഫുൾ ക്ലാസ്സിൽ ഒരു യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മാത്രം വ്യത്യസ്തമായി ഇരുന്ന് പഠിക്കുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും അത് നമുക്കൊന്നും കാണുമ്പോൾ ഒരു തെറ്റായി തോന്നൂല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മൗലികാവകാശമാണ് അവരെന്ത് ധരിക്കണമെന്നുള്ളത്. ഇതുപോലെ ഒരു കാര്യത്തിന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് അവിടെ അലോ ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഞാൻ NCC ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം കാർഗിൽ വാറിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിന്റെ ഒരു റെസ്പെക്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം അദ്ദേഹം ഒരു സ്ട്രിപ്പ് അദ്ദേഹത്തിന്റെ യൂണിഫോമിലൂടെ ഒരു റെഡ് റിബൺ പോലൊരു സ്ട്രിപ്പ് പുള്ളിക്കാരൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും. അപ്പോൾ അദ്ദേഹം ടർബൻ ധരിച്ചിട്ടാണ് യൂണിഫോമിൽ നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് സെപ്പറേറ്റ് ക്യാപ്പോ കാര്യങ്ങളോ ഇല്ല. അദ്ദേഹം ടർബൻ ധരിച്ചിട്ടാണ് നിന്നിട്ടുള്ളത്. അദ്ദേഹം സിഖ് മതവിശ്വാസിയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പണ്ട് മുതലേ ഈ കാര്യങ്ങളെല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് നമ്മുടെ ഒരു എന്താ പറയുക മൗലിക അവകാശമാണ് ഇതെല്ലാം. എന്ന് തൊട്ടാണ് ഇതെല്ലാം ഒരു ഭീകരവാദമായ, അത് ഈ തട്ടത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ഒരു ഭീകരവാദം ആകുന്നത് എന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം മനസ്സിലാവുന്നില്ലടേ, വിഷമമുണ്ട്. മാത്രമല്ല ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളുകളിലായാലും ശരി നമ്മുടെ അടുത്തൊന്നും ഇതുപോലെ ഒരു വിഭാഗീയത കാണിച്ചിട്ടില്ല. അതിനുശേഷം അടുത്തൊരു പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡിയുടെ ഫോട്ടോ ഇട്ടിട്ട് ഒരു ഹരീഷ് രവി എന്ന് പറയുന്ന ആളാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് ഈ ഒരു ലേഡിയെ കണ്ടപ്പോൾ നല്ല പരിചയം തോന്നി. അങ്ങനെ ആലോചിച്ച് പോയ സമയത്താണ് പുള്ളിക്കാരന്റെ ജൂനിയർ ആയിട്ട് പഠിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഇവരുടെ സ്വഭാവ രീതിയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം ഇതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവർ ഈ പെരുമാറുന്നതിൽ ഈ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പെരുമാറുന്നതിൽ അത്ഭുതമില്ല. കാര്യം എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഈ ആരുമായിട്ടും ഒന്നും മിങ്കിൾ ചെയ്യാതെ ഒരുമാതിരി ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരു ലേഡിയാണ് ഇവർ. അപ്പൊ അതുകൊണ്ട് ഇവരെ പിന്നെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇവരെ പറ്റിയിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ളത് ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റ് കുട്ടികളോടാണ്. അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എന്നല്ല, ഏത് കുട്ടികളായാലും ശരി അവരോട് അവരുടെ രക്ഷകർത്താക്കളോട് എൻ്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായം ഞാൻ പറയുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അന്തരീക്ഷം എങ്ങനെ ഇരിക്കുവോ അതേ രീതിയിൽ ആ മക്കൾ വളർന്നു വരുള്ളൂ. അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നല്ല രീതിയിൽ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഒരു പ്രയോറിറ്റി ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് ഉള്ളതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസിപ്ലിനാണ്. ഭയങ്കര അടിപൊളിയായിട്ടാണ് അവരുടെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ക്രിസ്ത്യൻ സ്കൂളുകളെ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള വിഷങ്ങളുള്ള സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിലും ഈ വിഷം നമുക്ക് പ്രതിഫലിക്കുന്നത് കാണേണ്ട ഒരു സാഹചര്യം വരും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ഇവരൊരു ടീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ടീച്ചർ ആവാനുള്ള അർഹതയില്ല തന്നെയാണ്. ഒരു കുട്ടികളെ അങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരിക്കലും നല്ലൊരു നടപടിയല്ല. അപ്പോ ഇവരെ ഈ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ ഇവര് പ്രിൻസിപ്പളായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ ആ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വൈരാഗ്യം തോന്നിയാൽ ആ കുട്ടികളെ മാക്സിമം കുടുക്കി എങ്ങനെയെങ്കിലും അവരുടെ ഭാവി നശിപ്പിക്കാനേ അവർ നോക്കുക. ഇവർക്ക് അത്രയ്ക്കും നല്ല വിഷമുള്ള ഒരു മനസ്സാണ് ഇവർക്ക്. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സാധനങ്ങളുള്ള സ്കൂളുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് വേറെ ഏതെങ്കിലും നല്ലൊരു സ്കൂളിലോട്ട് ചേർത്ത് നിങ്ങളുടെ മക്കളെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ മെയിനായിട്ട് ഇതുപോലുള്ള വിഷം വമിപ്പിക്കുന്ന മനസ്സുള്ള ആൾക്കാരുടെ സ്കൂളുകളിൽ വിടാതിരിക്കുക. വിട്ട് കഴിഞ്ഞാൽ ദോഷമാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി.
മാത്രമല്ല ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു സാഹചര്യം വന്നത് ഒരു മുസ്ലിം സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇത് വലിയ വിഷയം ഇപ്പൊ കാണുന്ന പോലെയൊന്നും അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമമുള്ളൊരു കാര്യമുണ്ട്. അത് എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഇസ്ലാമോഫോബിയയുടെ ഒരു ഉദാഹരണം പറയാം. എന്റെ ഒരു സുഹൃത്ത്, ഞാൻ മോഹൻദാസിൽ പഠിച്ച ആളാണ്. മോഹൻദാസിൽ എന്റെ ലാബ്മേറ്റ് ആയിരുന്ന ഒരു കുട്ടി, ഞാൻ ആളാരാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ആ പെൺകുട്ടി അത് പർപ്പസ്ഫുള്ളി പറഞ്ഞതുമല്ല. എന്റെ ഫോണില് ഒരു നമ്മളൊരു ദിവസം ലാബിലിരിക്കുന്ന ടൈമില് ഒരു മെസ്സേജ് എന്തോ വന്നു. ഞാൻ എടുത്തു വെച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് എന്റെ കോണ്ടാക്ട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ആ പെൺകുട്ടി പെട്ടെന്ന് എന്തോന്ന് നന്ദുവേട്ടൻ ISSO ഞെട്ടിയിട്ട് പറഞ്ഞു, നന്ദുവേട്ടൻ ISSO. ഞാൻ അന്തം വിട്ടു. ഇവളെന്തിനാ അങ്ങനെ പറഞ്ഞു? ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എടി നന്ദുവേട്ടൻ ISS ഒന്നും അല്ല, ഇത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആ കോണ്ടാക്ട് ഞാൻ കാണിച്ചു തരാം. വേണ്ട, നന്ദു ഏട്ടൻ NSS എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു കോണ്ടാക്ട് ആണ്. നന്ദു ഏട്ടൻ NSS എന്ന് ഇട്ടിരുന്നതാണ്. പക്ഷെ അവിടെ അവക്കൊരു ISS എന്ന് പെട്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ഒരു എന്താ പറയാ ഒരു സ്ലോ ഇഞ്ചക്ഷൻ തന്നെയാണ്. ഈ ഇസ്ലാമോഫോബിയയുടെ ഒരു തലം തന്നെയാണ് അവളുടെ മനസ്സിലും റിഫ്ലക്ട് ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറ്റ് സംഘടനകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RSS പോലുള്ള സംഘടനകൾ പരത്തിവിടുന്ന ഒരുപാട് ദോഷകരമായ മെസ്സേജുകളുണ്ട്. അതെല്ലാം ഇതുപോലുള്ള പാവപ്പെട്ട ഞാൻ ഈ പറഞ്ഞ കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു കുട്ടിയാണ്. ഇവക്ക് വേറെ മറ്റ് രാഷ്ട്രീയ ചിന്താഗതിയോ അല്ലെങ്കിൽ വേറൊരു വേർതിരിവോ അങ്ങനെ ഒരു സ്വഭാവമോ ഉള്ളൊരു കുട്ടിയല്ല. എല്ലാവരോടും ഒരേപോലെ മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവളിലും ഇങ്ങനെ ഒരു സംഭവം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മൈൻഡിൽ വന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലത്തെ ഒരു അവസ്ഥ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ പടച്ചു വിടുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല രീതിയിലുണ്ട്. പക്ഷെ അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ആരെങ്കിലും എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? RSSന്റെ ശശികല വന്നതെന്ന് പല രീതിയിലും വിഷം തുപ്പുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പിണറായി വിജയന്റെ പോലീസ് ഒരു തരത്തിലുള്ള കേസോ ഒന്നും ഫയൽ ചെയ്തില്ല. നോൺ ബെയിലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പൊ ഇത് വളർത്തുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്, അല്ല വേറെ ആരും അല്ല. BJPയും CPM തമ്മിൽ ഒരു ചെറിയൊരു അന്തർധാര ഉണ്ട് എന്ന് തന്നെ പറയുന്നതിന്റെ കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ ഒരു രീതിയിൽ പലരും പല രീതിയിലും പല സ്റ്റേറ്റ്മെന്റുകളും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. യുവമോർച്ചയുടെ മറ്റേ പ്രശാന്തൻ അങ്ങനെ പറയുന്ന ഒരു പയ്യൻ അത് പബ്ലിക്കായിട്ട് ഒരു ന്യൂസ് ചാനൽ വന്നിരുന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എതിരായിട്ടല്ല, ഒരു വധഭീഷണിയാണ്. വധഭീഷണി ഉണ്ടായിട്ട് പോലും അവനെതിരെ ഒരു കേസില്ല. രാഹുൽ ഗാന്ധി Z കാറ്റഗറിയിലുള്ള ഒരു മനുഷ്യനാണ്. ഇത്രയും ഒരു വലിയ രീതിയിലൊരു കാര്യം പറഞ്ഞിട്ട് പോലും അവനെതിരെ കേസില്ല. അപ്പോ ഇത് വളർത്തുകയാണ്. ഇസ്ലാമോഫോബിയ മാത്രമല്ല, ഇതുപോലുള്ളൊരു ഹേറ്റ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്ന ഒരു വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇസ്ലാമിക് സ്കൂളിൽ പഠിച്ചവനാണ്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ തട്ടത്തിന് യൂണിഫോമിന്റെ കൂട്ടത്തിൽ തട്ടം ഇടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകിച്ച് കളർ ഉണ്ടായിരുന്നു. ആ കളർ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫൈൻ അടിക്കും. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ബ്ലാക്ക് കളർ ആയിരുന്നു പെൺകുട്ടികളുടെ തട്ടത്തിന്റെ കളർ. ബ്ലാക്ക് കളർ ആയിരുന്നു. അപ്പൊ ഈ ബ്ലാക്ക് കളർ മാറി അവര് നീലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഷൂസ് നിർബന്ധമാണ്. നമുക്ക് എല്ലാവർക്കും ഷൂസ് നിർബന്ധമാണ്. പക്ഷേ 41 ദിവസം ശബരിമലയ്ക്ക് പോകാനായിട്ട് കഠിനവ്രതം എടുക്കുന്നവർക്ക് ഈ ഷൂസിന്റെ പേരിൽ ഒരു കമ്പൽസറിനെസ്സും അവിടെ ആരും കാണിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ പഠിച്ച +1 +2 പഠിച്ച സ്കൂളായാലും അവിടെ ഒന്നും ഇതൊന്നും ഇങ്ങനെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിലവിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അജണ്ട നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇന്ത്യയിൽ വസിക്കുന്ന നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നമ്മുടെ റസൂല് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മദീന നിങ്ങളുടെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വന്നാൽ പോലെ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും പറയുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു നിയമത്തിൽ നിൽക്കുമ്പോൾ, മതപരമായിട്ട് ഇങ്ങനെ ഒരു നിയമം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കാനേ നമ്മുടെ ഈ മതങ്ങൾ ഏതായാലും ഏത് മതങ്ങളായാലും, ഇപ്പൊ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലായാലും ശരി, ഹിന്ദുയിസത്തിലായാലും ശരി,
നമ്മുടെ ഇസ്ലാമിലായാലും ശരി ഏത് മതത്തിലായാലും ശരി ഒരുമയോടെ ജീവിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ വീടിന് ചുറ്റുമുള്ള 40 വീടുകൾക്കിടയിൽ ഒരു വീടെങ്കിലും പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നീ വയറ് നിറച്ചാൽ നീ കുറ്റക്കാരനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയിൽ എന്തോരം ചാരിറ്റിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഹിന്ദുസത്തില് അവരുടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പോഷക സംഘടനകളുണ്ട്. അവർക്ക് ഈ അന്നദാന കൂട്ടായ്മകളുണ്ട്. മാത്രമല്ല ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. അങ്ങനെ എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മതമല്ല വിഷയം, ഇവിടെയുള്ള കുറെ പേരുടെ മെന്റാലിറ്റികളാണ് വിഷയം. എനിക്കിത് പറയണമെന്ന് തോന്നി. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു വിഷമത്തിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും എന്നൊരു ചിന്താഗതി എനിക്കുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തോ ഭയങ്കര തെറ്റുകാരായി പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു തോന്നൽ എനിക്കും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്തത്. പിന്നെ എന്തോ ആയിക്കോട്ടെ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അത് തുറന്ന് പറയാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും ഹേർട്ട് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നേരെ ചൊവ്വേ ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് വർഗീയത കലർത്തുന്ന ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പേരുള്ളവന്മാർ മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷനുള്ളവന്മാരല്ല അവന്മാരൊന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ പഴയ രീതിയിൽ, അതായത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും വലുതായി കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്കിനി ജീവിച്ച് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.